തോബിത്ത് അധ്യായം 10. തോബിത്തും അന്നയും കാത്തിരിക്കുന്നു. പിതാവായ തോബിത്ത് ദിവസം എണ്ണിക്കഴിയുകയായിരുന്നു. തിരിച്ചെത്തേണ്ട ദിവസം കഴിഞ്ഞിട്ടും അവരെ കാണാത്തതിനാൽ അവൻ പറഞ്ഞു, അവർ അവനെ താമസിപ്പിക്കുകയാണോ അതോ ഗബായേൽ മരിച്ചു പോവുകയും പണം നൽകാൻ ആരും ഇല്ലെന്നു വരികയും ചെയ്തിരിക്കുമോ? അവൻ അതീവ ദുഃഖിതനായി. അവൻ്റെ ഭാര്യ പറഞ്ഞു, കുട്ടിക്ക് അപകടം സംഭവിച്ചു, കാലതാമസം അത് തെളിയിക്കുന്നു. അവൾ വിലപിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞെ, എൻ്റെ കണ്ണുകളുടെ വെളിച്ചമായ നിന്നെ പോകാൻ അനുവദിച്ചത് കഷ്ടമായിപ്പോയി. തോബിത്ത് അവളോട് പറഞ്ഞു, വിഷമിക്കാതിരിക്കൂ, അവന് ഒന്നും സംഭവിച്ചിട്ടില്ല. അവൾ പറഞ്ഞു, മിണ്ടാതിരിക്കൂ, എന്നെ കബളിപ്പിക്കാൻ നോക്കേണ്ട. എൻ്റെ കുഞ്ഞിന് നാശം സംഭവിച്ചതു തന്നെ. എല്ലാ ദിവസവും അവർ പോയ വഴിയിലേക്ക് ചെല്ലും. പകൽ ഒന്നും ഭക്ഷിക്കുകയില്ല. രാത്രി മുഴുവൻ മകൻ തോബിയാസിനെ ഓർത്ത് വിലപിക്കും. തോബിയാസിന്റെ മടക്കയാത്ര. വിവാഹ വിരുന്നിന്റെ 14-ാം ദിവസവും ഈ സ്ഥിതി തുടർന്നു. ഇത്രയും ദിവസങ്ങൾ അവിടെ തന്നോടൊന്നിച്ച് താമസിക്കണമെന്ന് രഘുവേൽ നിർബന്ധിച്ചിരുന്നു. തോബിയാസ് രഘുവേലിനോട് പറഞ്ഞു, എന്നെ തിരിച്ചയക്കുക. എൻ്റെ മാതാപിതാക്കന്മാർക്ക് എന്നെ കാണാമെന്നുള്ള ആശ പോലും അറ്റിരിക്കണം. എന്നാൽ രഘുവേൽ പറഞ്ഞു, നീ എന്നോട് കൂടെ താമസിക്കൂ. ഞാൻ ദൂതന്മാരെ അയച്ച് നിന്റെ പിതാവിനെ വിവരം അറിയിക്കാം. അതുപോരാ, എന്നെ തിരിച്ചയക്കണം. തോബിയാസ് പറഞ്ഞു. രഘുവേൽ തോബിയാസിന് ഭാര്യയായ സാറായെയും സ്വത്തിൽ അടിമകളുടെയും കന്നുകാലികളുടെയും പണത്തിൻ്റെയും പകുതിയും നൽകി. അവരെ അനുഗ്രഹിച്ച് യാത്രയാക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, മക്കളെ, എൻ്റെ മരണത്തിന് മുൻപ് തന്നെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങൾക്ക് ഐശ്വര്യമേകും. അവൻ പുത്രിയോട് പറഞ്ഞു, നിന്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കന്മാരെ ബഹുമാനിക്കുക. അവരാണ് ഇനിമേൽ നിനക്ക് മാതാപിതാക്കൾ. നിന്നെപ്പറ്റി നല്ലതു മാത്രം കേൾക്കാൻ എനിക്ക് ഇടവരട്ടെ. അവൻ അവളെ ചുംബിച്ചു. എദ്ന തോബിയാസിനോട് പറഞ്ഞു, സഹോദര, സ്വർഗസ്ഥനായ കർത്താവ് നിന്നെ സുരക്ഷിതനായി തിരിച്ചെത്തിക്കുകയും നിനക്ക് എൻ്റെ മകൾ സാറായിൽ ജനിക്കുന്ന കുട്ടികളെ കണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദിക്കാൻ എനിക്ക് ഇടവരുകയും ചെയ്യട്ടെ. ഇതാ, ഞാൻ എൻ്റെ പുത്രിയെ നിന്നെ ഭരമേൽപ്പിക്കുന്നു. അവളെ ദുഃഖിപ്പിക്കരുത്. തോബിത്ത് അധ്യായം 11. തോബിത്ത് സുഖം പ്രാപിക്കുന്നു. യാത്ര മംഗളകരമാക്കിയതിന് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് തോബിയാസ് മടങ്ങിപ്പോയി. അവൻ രഘുവേലിനും അവൻ്റെ ഭാര്യ എദ്നായ്ക്കും മംഗളം നേർന്നു. യാത്ര ചെയ്ത് അവൻ നിനവേയ്ക്ക് അടുത്തെത്തി. അപ്പോൾ റഫായേൽ തോബിയാസിനോട് പറഞ്ഞു, സഹോദര, ഏതു നിലയിലാണ് പിതാവിനെ നീ വിട്ടുപോന്നതെന്ന് ഓർക്കുന്നില്ലേ? നമുക്ക് വേഗം നിന്റെ ഭാര്യയ്ക്ക് മുൻപേ പോയി വീട്ടിൽ വേണ്ട ഒരുക്കങ്ങൾ ചെയ്യാം. മത്സ്യത്തിന്റെ കൈപ്പക്കൂടി എടുത്തുകൊള്ളൂ. അവർ പോയി. നായി അവരുടെ പുറകെ ഉണ്ടായിരുന്നു. അന്ന മകനെ നോക്കി വഴിയിൽ കണ്ണു നട്ടിരിക്കുകയായിരുന്നു. അവൻ വരുന്നത് കണ്ട് അവൾ അവന്റെ പിതാവിനോട് പറഞ്ഞു, ഇതാ നിന്റെ പുത്രൻ വരുന്നു. അവനോട് കൂടെ പോയ ആളുമുണ്ട്. റഫായേൽ പറഞ്ഞു, തോബിയാസ്, നിന്റെ പിതാവിന് കാഴ്ച ലഭിക്കുമെന്ന് എനിക്കറിയാം. കയ്പ അവന്റെ കണ്ണുകളിൽ പുരട്ടണം. ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ അവൻ കണ്ണു തിരുമും. അപ്പോൾ വെളുത്ത പാടകൾ പൊഴിഞ്ഞു വീഴുകയും അവൻ നിന്നെ കാണുകയും ചെയ്യും. അന്ന ഓടിച്ചെന്ന് മകനെ ആശ്ലേഷിച്ചു. അവൾ അവനോട് പറഞ്ഞു, എൻ്റെ കുഞ്ഞെ, നിന്നെ കാണാൻ എനിക്ക് ഇടയായി. ഇനി മരിക്കാൻ ഞാൻ ഒരുക്കമാണ്. അവർ ഇരുവരും കരഞ്ഞു. വാതിൽക്കലേക്ക് വരുമ്പോൾ തോബിത്തിന് കാലിടറി. പുത്രൻ ഓടിയെത്തി പിതാവിനെ താങ്ങി. കണ്ണുകളിൽ കയ്പ പുരട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, പിതാവേ, സന്തോഷമായിരിക്കൂ. ചൊറിച്ചിൽ തോന്നിയപ്പോൾ തോബിത്ത് കണ്ണു തിരുമ്മി. വെളുത്ത പാട കൺകോണുകളിൽ നിന്ന് പൊഴിഞ്ഞു വീണു. അപ്പോൾ അവൻ പുത്രനെ കണ്ടു. അവനെ ആലിംഗനം ചെയ്ത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ദൈവമേ, അങ്ങ് വാഴ്ത്തപ്പെട്ടവനാണ്. അങ്ങയുടെ നാമം എന്നേക്കും വാഴ്ത്തപ്പെട്ടതാണ്. അവിടുത്തെ വിശുദ്ധ ദൂതന്മാരും വാഴ്ത്തപ്പെട്ടവരാണ്. അവിടുന്ന് എനിക്ക് ദുരിതങ്ങൾ അയച്ചു, എന്നാലും എന്നോട് കരുണ കാട്ടി. ഇതാ, എൻ്റെ മകൻ തോബിയാസിനെ ഞാൻ കാണുന്നു. അവൻ്റെ മകൻ സന്തോഷത്തോടെ വീട്ടിനുള്ളിൽ പ്രവേശിച്ച് മേദിയായിൽ തനിക്കു സംഭവിച്ച വലിയ കാര്യങ്ങൾ പിതാവിനെ അറിയിച്ചു. തോബിത്ത് സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് മരുമകളെ സ്വീകരിക്കാൻ നിനവേ നഗരത്തിന്റെ കവാടത്തിലേക്ക് പുറപ്പെട്ടു. കണ്ടവരെല്ലാം അവന് കാഴ്ച വീണ്ടു കിട്ടിയതിൽ വിസ്മയിച്ചു. തന്നോട് കരുണ കാണിച്ച ദൈവത്തെ
അവരുടെ മുൻപിൽ വെച്ച് തോബിത്ത് സ്തുതിച്ചു. അവൻ തന്റെ മരുമകൾ സാറായുടെ അടുത്തെത്തി അവളെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, മകളെ സ്വാഗതം. നിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന ദൈവം വാഴ്ത്തപ്പെടട്ടെ. നിന്റെ മാതാപിതാക്കൾ അനുഗ്രഹീതരാണ്. അങ്ങനെ നിനവേയിൽ അവന്റെ സഹോദരരുടെ ഇടയിൽ ആനന്ദം കളിയാടി. അഹിക്കാറും അനന്തരവൻ നാദാബും വന്നു. തോബിയാസിന്റെ വിവാഹം 7 ദിവസം ആർഭാടപൂർവം ആഘോഷിച്ചു. തോബിത്ത് അധ്യായം 12. റഫായേൽ തന്നെ വെളിപ്പെടുത്തുന്നു. തോബിത്ത് മകൻ തോബിയാസിനെ വിളിച്ചു പറഞ്ഞു, മകനെ, നിന്നോടൊപ്പം വന്നവന്റെ കൂലി കൊടുക്കുക. പറഞ്ഞിരുന്നതിലും കൂടുതൽ കൊടുക്കണം. അവൻ പറഞ്ഞു, പിതാവേ, ഞാൻ കൊണ്ടുവന്നതിന്റെ പകുതി കൊടുത്താലും ദോഷമില്ല. അവൻ എന്നെ സുരക്ഷിതനായി നിന്റെ അടുക്കൽ തിരിച്ചെത്തിച്ചു. എന്റെ ഭാര്യയെ സുഖപ്പെടുത്തി, എനിക്ക് വേണ്ടി പണം വാങ്ങി, നിന്നെയും സുഖപ്പെടുത്തി. വൃദ്ധൻ പറഞ്ഞു, അവൻ അത് അർഹിക്കുന്നു. അവൻ ദൂതനെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ കൊണ്ടുവന്നതിന്റെയെല്ലാം പകുതി എടുത്തുകൊള്ളുക. ദൂതൻ 2 പേരെയും രഹസ്യമായി വിളിച്ചു പറഞ്ഞു, ദൈവത്തെ സ്തുതിക്കുകയും അവിടുത്തേക്ക് നന്ദി പറയുകയും ചെയ്യുവിൻ. അവിടുന്ന് നിങ്ങൾക്ക് ചെയ്ത നന്മയെ പ്രതി സകല ജീവികളുടെയും മുൻപിൽ അവിടുത്തെ മഹത്വപ്പെടുത്തുകയും അവിടുത്തേക്ക് കൃതജ്ഞതയർപ്പിക്കുകയും ചെയ്യുവിൻ. ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രഘോഷിച്ച് അവിടുത്തെ പുകഴ്ത്തുകയും അവിടുത്തെ നാമത്തിന് മഹത്വം നൽകുകയും ചെയ്യുന്നത് ഉചിതമത്രേ. അവിടുത്തേക്ക് നന്ദി പറയാൻ അമാന്തമരുത്. രാജാവിന്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത്. ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയമാണ്. നന്മ ചെയ്യുക, നിനക്ക് തിന്മ ഭവിക്കുകയില്ല. ഉപവാസം, ദാനധർമ്മം, നീതി എന്നിവയോട് കൂടിയാവുമ്പോൾ പ്രാർത്ഥന നല്ലതാണ്. നീതിയോട് കൂടിയ അല്പമാണ് അനീതിയോട് കൂടിയ അധികത്തേക്കാൾ അഭികാമ്യം. സ്വർണം കൂട്ടിവയ്ക്കുന്നതിനേക്കാൾ ദാനം ചെയ്യുന്നത് നന്ന്. ദാനധർമ്മം മരണത്തിൽ നിന്ന് രക്ഷിക്കുന്നു. അത് സകല പാപങ്ങളും തുടച്ചു നീക്കുന്നു. പരോപകാരവും നീതിയും പ്രവർത്തിക്കുന്നവർ ജീവിതത്തിന്റെ പൂർണ്ണത ആസ്വദിക്കും. പാപം ചെയ്യുന്നവൻ സ്വന്തം ജീവന്റെ ശത്രുവാണ്. ഞാൻ നിങ്ങളിൽ നിന്ന് ഒന്നും ഒളിച്ചു വയ്ക്കുകയില്ല. രാജാവിന്റെ രഹസ്യം സൂക്ഷിക്കുന്നത് നല്ലത്. ദൈവത്തിന്റെ പ്രവൃത്തികൾ പ്രസിദ്ധമാക്കുന്നത് മഹനീയം എന്ന് ഞാൻ പറഞ്ഞല്ലോ. നീയും നിന്റെ മരുമകൾ സാറായും പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥന പരിശുദ്ധനായവനെ ഞാൻ അനുസ്മരിപ്പിച്ചു. നീ മൃതരെ സംസ്കരിച്ചപ്പോൾ ഞാൻ നിന്നോടൊത്തുണ്ടായിരുന്നു. ഭക്ഷണമേശയിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് മൃതദേഹം സംസ്കരിക്കാൻ മടിക്കാതിരുന്ന നിന്റെ സത്പ്രവൃത്തി എനിക്ക് അജ്ഞാതമായിരുന്നില്ല. ഞാൻ നിന്നോടൊപ്പം ഉണ്ടായിരുന്നു. ആകയാൽ നിന്നെയും നിന്റെ മരുമകൾ സാറായെയും സുഖപ്പെടുത്താൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ഞാൻ റഫായേലാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും പരിശുദ്ധനായവന്റെ മഹത്വത്തിന്റെ സന്നിധിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധ ദൂതന്മാരിൽ ഒരുവൻ. അവർ ഇരുവരും സംഭ്രാന്തരായി. ഭയത്തോടെ അവർ കമിഴ്ന്നു വീണു. അവൻ പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ സുരക്ഷിതരാണ്. എന്നേക്കും ദൈവത്തെ സ്തുതിക്കുവിൻ. എന്റെ ഔദാര്യം കൊണ്ടല്ല, നമ്മുടെ ദൈവത്തിന്റെ ഹിതം അനുസരിച്ചാണ് ഞാൻ വന്നത്. അവിടുത്തെ എന്നേക്കും സ്തുതിക്കുവിൻ. ഈ നാളുകളിലെല്ലാം ഞാൻ നിങ്ങൾക്കു നൽകിയത് ഛായാദർശനമായിരുന്നു. ഞാൻ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ ചെയ്തില്ല. നിങ്ങൾ കണ്ടത് ഒരു ദർശനം മാത്രം. ദൈവത്തിന് കൃതജ്ഞതയർപ്പിക്കുക. ഞാൻ എന്നെ അയച്ചവന്റെ അടുത്തേക്ക് മടങ്ങുകയാണ്. സംഭവിച്ചതെല്ലാം എഴുതി സൂക്ഷിക്കുക. അവർ എഴുന്നേറ്റു നിന്നു, എന്നാൽ അവനെ കണ്ടില്ല. അവർ ദൈവത്തിന്റെ മഹനീയവും അത്ഭുതാവഹവുമായ പ്രവൃത്തികളെ സ്തുതിക്കുകയും കർത്താവിന്റെ ദൂതൻ തങ്ങൾക്കു പ്രത്യക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു.